പോലീസ് വന്ന് ആ വണ്ടി ഒന്ന് പരിശോധിച്ചില്ലെങ്കിൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ജയിലിടിഞ്ഞാൽ പുറത്തു വരാത്തൊരു കേസായിട്ട് വന്നേനെ. പോരാത്തതിന് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസ് ഈ മയക്കുമരുന്ന് പിന്നെ സ്വർണ്ണക്കടത്ത് ഇതിനൊക്കെയുള്ള വകുപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ്. നമ്മുടെ IPC പ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം സ്വർണ്ണക്കടത്തൊക്കെ ആണെങ്കിൽ സ്വർണം കടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര ഗ്രാമൊക്കെ ആണെങ്കിൽ പിഴ അടച്ചിറങ്ങി പോവാം. കഞ്ചാവൊക്കെ ആണെങ്കിൽ ഇത്ര ഗ്രാമിന് കൂടുതൽ കയ്യിൽ വെച്ചാൽ മാത്രമേ ജാമ്യമില്ലാത്ത വകുപ്പുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 10 കൊല്ലം തടവൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും സമൂഹത്തിനെ ഞെട്ടിക്കുന്ന അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള പല അജ്മലുമാരും ചുറ്റും നടപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മള് ഞാനും ശ്യാമും കൂടെ ഇരുന്നും ഒക്കെ, എനിക്കും ധനുഷും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ 2 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരാള്, ആ പേരുകാരൻ ലഹരിയുടെ ആളായി വരുന്നു, കരിയറായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഹിന്ദു മതത്തിലെയോ ക്രിസ്ത്യൻ മതത്തിലെയോ പെട്ട പെൺകുട്ടികളെ, യുവതികളെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതാണല്ലോ നാർക്കോട്ടിക് ജിഹാദ്. അതാണല്ലോ പാലാ ബിഷപ്പ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ SDPA പാലാ ബിഷപ്പിന്റെ മണ്ടേ കയറാൻ പോയി. എന്തായിരുന്നാലും സത്യങ്ങളൊക്കെ തെളിയട്ടെ. കാരണം ഇത് അതിദാരുണമായിട്ടുള്ള ഒരു മരണമാണ്.